പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മളിപ്പോ എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് വന്ന സംശയങ്ങൾക്കുള്ള ഉന്നയിച്ച സംശയങ്ങളുടെ ആശയപരമായ വൈജ്ഞാനികമായ തലം പരിശോധിക്കുന്ന ക്ലാസ്സുകളാണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവയുടെ ആശയപരമായ വൈജ്ഞാനികമായ തലങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാഷാ ക്ലാസ്സുകളിൽ നിന്ന് മാറി നടത്തും, അതിലേക്ക് നമ്മൾ തിരിച്ചു പോകും ഉടനെ തന്നെ. അതിലിപ്പോ 1-2 വിശദീകരിച്ചു. ഇനി ഒരു 4-5 സംശയങ്ങൾ കൂടി വന്നതുണ്ട്. അവയുടെ കൂടി വൈജ്ഞാനികമായ തലം മറുപടി എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നിനും മറുപടി പറയുന്ന ആളല്ല നമുക്ക് അവയെക്കുറിച്ചുള്ള അതിന്റെ വൈജ്ഞാനികമായ, അതിന്റെ ആശയപരമായ തലം നമുക്ക് മനസ്സിലായത് എൻ്റെ സഹോദരങ്ങളുമായി ഷെയർ ചെയ്യുക, പങ്കുവെക്കുക എന്നത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൽ ഇന്ന് പരിശോധിക്കുന്നത് കുറെ ദിവസങ്ങൾക്ക് മുമ്പ്, ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 1-2 മാസങ്ങൾക്ക് മുമ്പ്, അതിനിടയിൽ 1 മാസത്തിലധികം ക്ലാസ്സുകൾ ഇല്ലാത്തത് കൊണ്ട് അതങ്ങനെ മറന്നു പോയതാണ്. ഒരു സഹോദരൻ ഉന്നയിച്ച ഒരു സംശയം. അത് സൂറത്തു അൽ-ഹഖയിലെ 17-ാമത്തെ വചനാണ്. 17 തന്നെയാണ് എൻ്റെ ഓർമ്മ. 1-2 അങ്ങോട്ടോ മാറ്റുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കാം. 16-ഓ 18-ഓ ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നർത്ഥം. 17ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ആ വചനം ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു വചനാണ്. അപ്പൊ വിമർശകരുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ വിമർശകർക്കുള്ള മറുപടിയുമല്ല ഇത്. വിമർശകരങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് പല ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളുണ്ട്. അതിന് മറുപടി പറയുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമേ അല്ല. അത്തരം ഖുർആനിന്റെ വിമർശകർക്ക് മറുപടി പറയുന്നത് നമ്മുടെ ലക്ഷ്യമേ അല്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഇത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. കാരണം റബ്ബിന്റെ സിംഹാസനം, ആ സിംഹാസനം എന്ന് പറയുന്നത് ഒരു കസേരയായിട്ട് കാണുക. നമ്മളൊക്കെ രാജാക്കന്മാരുടെ സിംഹാസനം പോലത്തെ ഒരു സിംഹാസനം. ആ സിംഹാസനം 8 മലക്കുകൾ ഇങ്ങനെ ചുമന്ന് നിൽക്കുക. ഇതൊക്കെ ഇപ്പൊ എന്താണ്? ഇതിന്റെ ആശയം എന്താണ്? ഇതിങ്ങനെ തന്നെയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അതിന്റെ വൈജ്ഞാനികമായ, അതിന്റെ ആശയപരമായ തലം ഇങ്ങനെയാണ്, വേണമെങ്കിൽ എടുക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം എന്നുള്ള അതിന്റെ ഒരു തലം ബുദ്ധിപരമായ ബുദ്ധിക്കോ യുക്തിക്കോ ഉൾക്കൊള്ളാൻ പറ്റുന്ന അതിന്റെ ഒരു ആശയപരമായ, അതിന്റെ ആന്തരികമായ ഒരു തലമുണ്ടല്ലോ, അത് പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇതിപ്പോ ആർക്കുള്ള മറുപടിയൊന്നുമല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ എന്റെയൊക്കെ പഠനകാലത്തും അതിനുശേഷവും എനിക്കുണ്ടായ സംശയങ്ങൾ തന്നെയാണത്. ഇതിങ്ങനെ തന്നെയാണോ? പഠിച്ചോനെ, എന്താ ഇപ്പൊ ഈ റബ്ബിന്റെ അർശ് 8 മലക്കുകൾ ഇങ്ങനെ ഏറ്റി നിൽക്കുക എന്ന് പറഞ്ഞപ്പോ എന്താ അത്? അർശ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നത് ഒരു സിംഹാസനം. അതാണല്ലോ ബിൽഗീസിന്റെ സിംഹാസനം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കസേര എടുത്ത് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഒരു സിംഹാസനം, ഒരു കസേര ഉണ്ടാക്കി, വലിയ ഒരു രാജകീയമായ ഒരു കസേര, അതാണ് സിംഹാസനം. അത് ഒരു മലക്കുകൾ പോയി എടുത്തു കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ജിന്ന് കൊണ്ടുവന്നിട്ട് എന്താ ഇപ്പൊ കാര്യം? വേറെ അതിനേക്കാളും നല്ലതൊന്നും ഉണ്ടാക്കി അവരവിടെ ഇരിക്കുന്നല്ലാതെ. ഇങ്ങനെ നമുക്ക് ഉണ്ടായ ഈ സംശയങ്ങളുടെ ഫലമായി നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷണവും പഠനവും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ തന്നെയാണ്. ലോകത്ത് ഈ രൂപത്തിലല്ലാതെ വിശദീകരിച്ച ജ്ഞാനികൾ, പണ്ഡിതന്മാരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ അത്തരം ആളുകളെ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും അവരുടെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ പഠിക്കുകയും അതിനെ ഖുർആനിന്റെ ഒരു തലക്ക്
ഒരറ്റ തുടക്കത്തിൽ തുടങ്ങി അതിന്റെ അറ്റം അവസാനത്തെ സൂറത്തുന്നാസിന്റെ സീന് വരെയുള്ള ഓരോ വചനങ്ങളും ഓരോ പദങ്ങളും വളരെ സൂക്ഷ്മമായ ഈ രൂപത്തിൽ ഇതിന്റെ ആന്തരികമായ തലം പരിശോധിക്കുകയും പഠനം നടത്തുകയും ചെയ്ത് അത് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ചോദിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്ക് നമ്മൾ ഇങ്ങനെ ഒരു ആശയം കൂടി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ആവശ്യക്കാർ എടുക്കട്ടെ, അല്ലാത്തവർ തള്ളിക്കളയട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. അപ്പോ ഈ വൽ മലക്കു അല അർജാഇഹ എന്ന് പറയുന്നത് തഹ്മിലു അർശ റബ്ബിക വയഹ്മിലു അർശ റബ്ബിക ഫൗകഹും യൗമഇദിൻ സമാനിയ. ശരിക്കത് അൽഹാക്ക എന്ന് പറയുന്ന അവിടുന്ന് ഒന്നാമത്തെ വചനത്തിന്റെ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞ് വിശദീകരിച്ച് പോരുമ്പോഴേ ഇത് സൂക്ഷ്മമായി മനസ്സിലാക്കുള്ളൂ. ഓരോരുത്തരിലും സംഭവിക്കുന്ന ഇത് വഖഅത്തിൽ വാക്യം യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് അത് പറയുന്നത്. അന്ത്യനാളും അവസാന നാളും ഒന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഏതായാലും അതൊക്കെ നമുക്ക് സമയാസമയങ്ങൾ കിട്ടുമ്പോൾ തുടർന്നുള്ള ഓരോ ക്ലാസ്സുകളിലും വിശദീകരിക്കുമ്പോൾ അതിന്റെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് എത്താൻ കഴിയും. ഇന്ന് യഹ്മിലു അർശ റബ്ബിക യൗമഇദിൻ സമാനിയത്തുൻ എന്ന് പറയുന്ന ഈ 8 മലക്കുകള് നിന്റെ റബ്ബിന്റെ അർശ് ചുമന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഇന്നത്തെ വിശദീകരണം. അതിൽ മാത്രം ഒതുക്കുകയാണ് ചെയ്യുന്നത്. ഞാന് മലക്ക് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ മലക്കാത്തുകളാണ് അവന്റെ മലായിക്കത്ത്. മലക്കാത്ത് എന്നുള്ളത് അറബി വാക്കാണ്. അവന്റെ കഴിവുകൾ, അറിവുകൾ ശേഖരിക്കാനുള്ള, ജ്ഞാനം സമ്പാദിക്കാനും ശേഖരിക്കാനുമുള്ള ഓരോ മനുഷ്യന്റെ കഴിവുകളുമാണ് അവന്റെ മലക്കാത്തുകൾ എന്ന് പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാതെ നമ്മളുടെ സങ്കല്പത്തിൽ ഒരു മലക്കുണ്ട്, അത് അവിടുന്ന് ഇങ്ങനെ വരിക, ചിറകിട്ടടിച്ച് വരിക, അല്ലെങ്കിൽ മനുഷ്യരൂപത്തിൽ വരിക, ഇങ്ങോട്ട് നബിയുടെ അടുത്ത് വന്ന് മുട്ടും ചേർന്നിരിക്കുക. അങ്ങനത്തെയൊക്കെ മലക്കുകളെ കുറിച്ചാണ് നമ്മൾ. അതുപോലെ തന്നെ റസൂല് ഗുഹയിൽ ഇരിക്കുമ്പോ ഒരു മലക്ക് ആകാശത്തുനിന്ന് ഇറങ്ങി വരിക, എന്നിട്ട് കൂട്ടിപ്പിടിക്കുക, വായിക്കട എന്ന് പറയാ. ഈ രൂപത്തിലുള്ള ഒരു മലക്കിന്റെ സങ്കല്പം നമ്മുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാതെ ഈ മലക്ക് മനസ്സിലാവൂല. അത്തരം ഒരു സങ്കല്പം നമ്മൾ അങ്ങനെ ഒരു മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. മലക്കത്ത്, മലക്കാത്ത്, അതാണ് മലായിക്കത്ത് എന്ന് പറയുന്നത്. അതാണ് ഓരോ മനുഷ്യനും മലക്കാത്തുകളുണ്ട്. ബഷറുത്തീനി, ഒരു തീനിൽ കഴിയുന്ന ബഷറുണ്ടല്ലോ, അവന് ഉയർന്നു വന്നിട്ടില്ല. ഏത് ഒരു ബഷറിൽ കഴിയുന്ന, ബഷറിന്റെ തലത്തിൽ ഇൻസാനുൽ കാമിലിലേക്ക് എത്താത്ത ഒരു ബഷറുത്തീനി, അതാണ് ബഷറിൽ കഴിയുന്ന ഒരു മനുഷ്യന് 5 മലക്കാത്തുകൾ അവനുണ്ടായിരിക്കും, പഞ്ചേന്ദ്രിയങ്ങൾ. അവന് ഈ 5 മലക്കാത്തുകൾ എല്ലാവർക്കും ഉണ്ടാവും. അവിടെ ഈ അർശ് എന്നുള്ളത്, അതും 7 അർശുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അർശ് എന്ന് പറയുന്നത് സിംഹാസനല്ല. നമ്മൾക്ക് നമ്മുടെ അറിവിന്റെ 7 മേഖലകളാണ് ഓരോ ഉറൂഷ് സബ്ആന്റെ ഖുർആനില്. അർഷുൻ കരീം, അർഷു റബ്ബ്, അർഷുൻ അലീം, ഇങ്ങനെ പറഞ്ഞിട്ട് അർഷുഹു ഹുവ, അവസാനാണ് അള്ളാഹുവിന്റെ അർഷിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നത്. കാന അർഷുഹു അലൽ മായി എന്ന് പറയുന്ന അർഷ്. ഈ ഉറൂഷ് സബ്അ തന്നെ വേറെ 7 നമുക്ക് വിശദീകരിക്കാനുണ്ട്. അപ്പോഴേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് മണിക്കൂറുകൾ, എത്ര മണിക്കൂറുകൾ പറയേണ്ടി വരും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടുകൂടിയാണ് അന്ന് ഞാനിത് മാറ്റിവെക്കാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ എൻ്റെ സഹോദരങ്ങള്, അർശ് എന്നുള്ളത് ഇപ്പൊ തൽക്കാലം നമ്മുടെ വിജ്ഞാനത്തിന്റെ, റബ്ബിന്റെ അർശിലേക്ക് നമ്മളെ എത്തുകയാണ്. അതായത് നമ്മളെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതാണ് അർഷു റബ്ബിക്കാണ്. ഓരോരുത്തരുടെയും റബ്ബിന്റെ അർഷാണ്.
എന്റെ റബ്ബിന്റെ ഒരു അർഷുണ്ട്, നിങ്ങളുടെ റബ്ബിന്റെ ഒരു അർഷുണ്ട്. അവസാനാണ് അർഷുള്ളയിലേക്ക് അവൻ എത്തുന്നത്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആദമും റബ്ബിഹി കലിമാത്ത്, റബ്ബിൽ നിന്നാണ് കലിമത്തുകൾ ഏറ്റുവാങ്ങുന്നതെങ്കിൽ അത് ഈസയിലേക്ക് ഒരു മനുഷ്യൻ എത്തുമ്പോൾ കലിമത്തുള്ളയായി മാറുകയാണ് എന്ന് പറയുന്നത് അതാണ്. ഈസ കലിമത്തുള്ളയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതാണ് കലിമത്തുർ റബ്ബിൽ നിന്ന് കലിമത്തുള്ളയിലേക്കുള്ള യാത്ര. എന്നപോലെ തന്നെയാണ് അർഷ് റബ്ബിൽ നിന്ന് അർഷുള്ളയിലേക്കുള്ള മനുഷ്യന്റെ വൈജ്ഞാനികമായ യാത്രയാണത്. അത് 7 ഞാൻ പിന്നീട് വേറെ വിശദീകരിക്കാം എന്ന് മാത്രം ഇപ്പൊ സൂചിപ്പിക്കുകയാണ്. ഇപ്പോ അർഷ് റബ്ബിക്ക എന്ന് പറഞ്ഞാൽ നമ്മെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മലായിക്കത്തുകളാണ്. ആ റബ്ബിന്റെ സഹായിക്കുന്ന അതിന്റെ യഹ്മിലു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തലയിലും തോളിലും ചുമക്കുന്നത് മാത്രം. അതാണ് ഒരാൾ വഹിക്കുക എന്ന് പറയുന്നത്, ഒരാൾ ചുമക്കുക എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ ലോഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് അവന്റെ ചിന്തയിലും ബുദ്ധിയിലും ഒക്കെ ലോഡ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ചാണ്. അത് ആരാണ് ലോഡ് ചെയ്യുന്നത്? ഈ മലക്കാത്തുകളാണ്. നിങ്ങൾ ഇത് ഇരുന്ന് കേൾക്കുകയും ഒരുപാട് ചിന്തിക്കുകയും ചെയ്യണം, അപ്പോഴേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഏത് ബഷറിനും ഏത് മനുഷ്യനിലും 5 മലക്കാത്തുകൾ ഉണ്ട്. പിന്നെ 8 ഒരു അതത് 8 എന്ന് പറയുന്നത് നമ്മൾ 8 എടുക്കുമ്പോൾ അതത് ആയിട്ട് എടുക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത്. അതിന്റെ ഒരു ആശയപരമായ തലം എന്ന് പറയുന്നത് ഇതൊക്കെ വാല്യുബിൾ ആയതാണ്. സമൻ എന്ന് പറഞ്ഞാൽ സമാനീയ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. വാല്യുബിളായ എന്നുള്ള അർത്ഥത്തിനും നമുക്ക് ഇവയെ മനസ്സിലാക്കാം. എന്ന് പറയുന്നത് 9 എന്നും മനസ്സിലാക്കാം. ഒരാളുടെ തവസ്സുൾ വിശാലമായ തലത്തിലേക്ക് അവന് പ്രവേശിക്കുന്നത് അതാണ് അതിന്റെ ആശയപരമായ ആന്തരികമായ തലം. ഒരു നമ്പർ എന്നുള്ള നിലക്ക് തിസ്അത്ത് എന്ന് പറയുമ്പോൾ 9 എന്ന് പറയാം. അതാണ് ഉസ്താദു തിസ്അ എന്ന് പറയുന്നത്. 9ലേക്ക് ഈ 8 കഴിഞ്ഞ് 9ലേക്ക് പ്രവേശിക്കുകയാണ് അവന് ചെയ്യുന്നത്. സിയാദത്ത് തിസ്അയാണ്. അത് സൂറത്ത് കഹ്ഫില് ഇത് ഒന്നിങ്ങനെ എടുത്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ വിശദീകരിക്കാനുണ്ട്. എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഈ സൂചനകൾ നൽകുമ്പോൾ ഈ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയും ആഴത്തിൽ ഖുർആനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൂചനകൾ പറയുന്നത്. അതാണ് ഉസ്താദു തിസ്അ എന്ന് പറയുന്നത്. ഈ സമാനിയത്ത് കഴിഞ്ഞിട്ട് പിന്നെ തിസ്അയിലേക്കുള്ള യാത്ര. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന മലക്കാത്തുകൾ അവന്റെ ജ്ഞാനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള, അറിവുകൾ എത്തിച്ചു കൊടുക്കാനുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. ആ പഞ്ചേന്ദ്രിയങ്ങൾ ഇനി ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഏത് ആൾക്കും മനസ്സിലാക്കാൻ കഴിയും അവന്റെ 5 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന്. അതിലൂടെ അവൻ എങ്ങനെയൊക്കെയാണ് അറിവ് കിട്ടുന്നത്. അവിടുന്നും ഈ ബഷറിൽ നിന്നും ബഷറു തീനിയിൽ നിന്ന് അവന് ഉയർന്നു വരുമ്പോഴാണ് 6ാമത്തെ മലക്കത്താണ് അവന് തനബ്ബു കിട്ടും. തനബ്ബു എന്ന് പറഞ്ഞാല് 6ാം പിന്നെ അതിനെക്കുറിച്ച് ഈ അറിവുകളിലൂടെ, ഈ 5 ജ്ഞാനമേഖലകളിലൂടെ അവൻ അറിവുകൾ ശേഖരിക്കുമ്പോൾ അവിടുന്ന് അവന് നബകൾ, ഓരോരോ മെസ്സേജുകൾ, സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം. അത് തനബ് എന്നാണ് അതിന് എഴുതിയിട്ടുണ്ട്. നബ് കിട്ടുകയാണ്, ഓരോ സന്ദേശങ്ങൾ. അതും വെച്ച് നോക്കുമ്പോഴാണ് 7ാമത്തെ 3ാം കണ്ണ് എന്നൊക്കെ പറയില്ല നമ്മള്, ഐനുസാലിസ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മള് നാട്ടില് നടക്കണ 3ാം കണ്ണല്ല കേട്ടോ ഞാൻ പറയുന്നത്. 3ാം കണ്ണ് കൊണ്ട് കാണുന്ന ആള് എന്നൊക്കെ പറയുമ്പോ അവനെന്തോ അദൃശ്യ ലോകത്തുനിന്ന് എന്തൊക്കെ വിവരങ്ങള്
ഭൗതികമല്ലാത്ത രൂപത്തിൽ അഭൗതികമായ തലത്തിൽ എന്തൊക്കെ വിവരങ്ങൾ കിട്ടുന്ന ആള് എന്നുള്ള ഒരു മാജിക്കൽ ഒരു പിന്നെ വലിയ ഒരു ഔലിയ എന്നുള്ള തലത്തിലേക്കൊക്കെ ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്ന മൂന്നാം കണ്ണുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആള് എന്നുള്ളതൊക്കെ. ആ മൂന്നാം കണ്ണിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരാളുടെ ബസീറത്ത് ഉണ്ടല്ലോ, ഈ വിവരങ്ങളൊക്കെ വെച്ച് അവൻ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവനൊരു ഉൾക്കാഴ്ചയിൽ കിട്ടും ബസീറത്ത്. ഈ അറിവുകളൊക്കെ കിട്ടി അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ അങ്ങനെ പോണ ആളെ കുറിച്ചല്ല പറയുന്നത്. അതിനെക്കുറിച്ച് നിരന്തരമായ ആഴത്തിൽ ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുമ്പോൾ അതിൽ നിന്ന് അവനൊരു മൂന്നാം കണ്ണ് തുറക്കും. അതാണ് അവന്റെ ബസീറത്ത് എന്ന് പറയുന്നത്. അതാണ് മൂന്നാം കണ്ണ്. അവന് ബസീറാകുകയാണ് ചെയ്യണത്, ബസീറത്ത് കിട്ടുകയാണ് ചെയ്യണത്. ഞാന് ഈ മൂന്നാം കണ്ണ് എന്ന് പറയുമ്പോ തെറ്റിദ്ധരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിലെ മൂന്നാം കണ്ണ് വേറെ, അതുകൊണ്ടാണ് അതൊന്ന് സൂചിപ്പിച്ചത്. അങ്ങനെ അത് ഒന്നും നമുക്ക് ഇതുവരെ മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. ഈ യാതൊരു ഇതുമില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ എവിടുന്നൊക്കെ ആളുകൾ പിന്നെ ഒരു പ്രത്യേക ശക്തി അവന് കൊണ്ടുവന്ന് പ്രത്യേക വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിയിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കുക. അതൊന്നും ഇപ്പൊ എന്റെ വിമർശന ഇതിലില്ല, ബുക്കിലില്ല. അങ്ങനെ എടുക്കേണ്ടവർക്ക് എടുക്കുക. പക്ഷെ എനിക്ക് ഇത്രയും ഈ കാലഘട്ടത്തിലെ അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ആഴത്തില് പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പുതിയ ഒരു ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഐനു സാലിസ, അതായത് ഏഴാമത്തെ ഒരാളുടെ മലക്കത്ത് എന്ന് പറയുന്നതാണ്. എട്ടാമത്തതാണ് അവന്റെ ഏറ്റവും ജൗഹറായ, സെമീനായ, ഏറ്റവും വാല്യുബിൾ ആയ, അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവന് മനസ്സിലാക്കാൻ, പിന്നെ അവനെ കുറിച്ച് അവനെ മനസ്സിലാക്കി കൊടുക്കുന്ന കഴിവ്, അവന്റെ നഫ്സിന്റെ ഹക്കീക്കത്ത്, അവന്റെ മനസ്സിന്റെ യാഥാർത്ഥ്യം, അതാണ് ജൗഹറു സമീനാണ്. അതാണ് സെമീനായ ജൗഹറാണ് സമീൻ. അതാണ് എട്ടാമത്തെ. ഞാൻ പറഞ്ഞില്ലേ, സമാനിയ എന്ന് പറയുന്നത് 8 എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അതിന്റെ ആന്തരികമായ ആശയത്തിലേക്ക് പോയാൽ അത് വാല്യുബിൾ ആണ്. ലാ തശ്തറുബി ആയാത്തി സമനം എന്ന് പറയില്ലേ, വിലക്ക് വിൽക്കരുത് എന്ന് പറയില്ലേ. എന്റെ ആയത്തുകൾ നീ വിലക്ക് വിൽക്കരുത് എന്ന് പറഞ്ഞാൽ ഈ സമൻ ഉണ്ടല്ലോ, അതാണ് വാല്യൂ. ഏറ്റവും വാല്യൂ ആയ മലക്കത്താണ് അത്. അതാണ് സമാനിയത്താണ്. അത് നമുക്ക് മൈരിഫത്ത് ഉണ്ടാക്കി തരും. എന്തിനെ കുറിച്ച്? നമ്മുടെ ജൗഹർ, നമ്മുടെ സത്ത എന്താണ്, നമ്മുടെ ഹക്കീക്കത്ത് നഫ്സ് എന്താണ്, നമ്മുടെ ഹക്കീക്കത്ത് എന്താണെന്ന്. അതാണ് അൽഹാക്കയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മുടെ ഹക്കീക്കത്തിലേക്ക്, നമ്മുടെ അൽഹാക്ക, സൂറത്ത് ഈ വചനം അൽഹാക്കയിലാണെന്ന് പറഞ്ഞില്ല, നമ്മുടെ ഹക്കീക്കത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന കഴിവാണത്, നമ്മുടെ മലക്കാണത്. നമ്മെ നമ്മുടെ ഹക്കീക്കത്തിലേക്ക് എത്തിക്കുകയും നമ്മുടെ നഫ്സിനെ കുറിച്ച് നമുക്ക് നമുക്ക് ഇദ്റാക്ക്, നമുക്ക് ഗ്രഹിക്കാൻ കഴിയും ചെയ്യും. നമ്മുടെ നഫ്സ് എന്താണ് നമ്മുടെ നഫ്സ് എന്നുള്ളത്, താൻ ആരാണെന്നും തൻ്റെ ലക്ഷ്യം എന്താണെന്നും ഞാൻ ആരാണായി തീരേണ്ടതെന്നും ഇതൊക്കെ ഇവന്റെ ഹക്കീക്കത്ത്, ഇവന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അവൻ എത്തിച്ചേരുന്ന ഒരവസ്ഥ. അത് ജൗഹർ സെമീനാണ്. ഏറ്റവും സെമീനായ ജൗഹർ സത്തയാണ്. അതാണ് അത് മനസ്സിലാക്കുമ്പോഴാണ് അവന് വൈന്നാല മൂസിഉൻ, അവന് തവസ്സുഇലേക്ക്, തിസ്അയിലേക്ക് അവന് പിന്നീട് പോകുന്നത്. തിസ്അയിലേക്ക് പോയാൽ പിന്നെ അശറത്തും കാമില,
അത് പിന്നെ അങ്ങനെ പോണ്ട് ഓരോന്ന്. അപ്പൊ ഇത്രയും ഈ സൂചന, ഇത് വളരെ ചെറിയൊരു സൂചനയെ നൽകിയിട്ടുള്ളൂ എന്ന് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക. ഇതിലെ അർഷ് വിശദീകരിച്ചിട്ടില്ല. യഹ്മിലു എന്നുള്ളത് പിന്നെ തലയിലേറ്റലും ചുമലിലേറ്റലും ഒന്നും അല്ല. ഓരോ മനുഷ്യനും അവന്റെ ഉള്ളിൽ ലോഡ് ചെയ്യപ്പെടുന്ന അറിവുകളാണ്. അതുള്ളത് നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് വേറെ, അള്ളാഹു വേറെ എന്നുള്ളത്. റബ്ബിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള യാത്ര. ഓരോ മനുഷ്യന്റെ ഉള്ളിലും അവന് തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബുണ്ടെന്ന് മനസ്സിലാക്കുക. ആ റബ്ബിന്റെ അർഷിന്റെ മലക്കുകളാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു സൂചനയായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ, ഓരോരോ വാക്കുകളും ഓരോ മറ്റു ഭാഗങ്ങളും എന്താണ് പിന്നെ ഒമാ അസിഹാബുന്നാരി ഇല്ല മലായിക്കത്തൻ, അസിഹാബുന്നാർ എങ്ങനെ മലായിക്കത്താകുക എന്നൊക്കെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ് പഠിക്കുന്ന കാലത്ത്. നരകത്തിന്റെ ആളുകൾ എങ്ങനെ മലക്കുകളാകുക എന്നുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് ഓരോന്നും ഇനി വിശദീകരിക്കാനുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ താൽക്കാലികമായി നിർത്തുകയാണ്. സലാം.